ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ആഘോഷം മാത്രമല്ല ഓഫേഴ്സിൻ്റെ കാലം കൂടി. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ഹോം അപ്ലയൻസ് ഒക്കെ ഭയങ്കര ഓഫേഴ്സ് സാധനം കൊടുക്കുന്ന സമയം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്കാം എനിക്കുണ്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞങ്ങളുടെ വീഡിയോ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ മോശമാക്കാൻ അങ്ങനെയൊന്നുമല്ല. ഒരു ആസ് എ കൺസ്യൂമർ എന്ന രീതിയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അവബോധം, ഒരു അവയർനെസ്സിന് വേണ്ടി ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഫാൻ വാങ്ങാൻ വേണ്ടി പോയതാണ്. ആ ഫാനിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ 3500 അതിൻ്റെ വില. ഞാൻ പറഞ്ഞു എനിക്കൊരു 4 പീസ് വേണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒരു 3200 തരാമെന്ന്. ഓക്കെ, അപ്പം നമ്മൾ നോർമലായിട്ട് മറ്റു പല ഷോപ്പിൽ അന്വേഷിക്കണം. ഞാൻ മറ്റു പല ഷോപ്പിൽ അന്വേഷിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ചൊരു ബ്രാൻഡാണത്. പല സ്ഥലത്തും അതിന് എനിക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിന് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ പോയി ചോദിച്ചു ഇതിന് എന്താണ് റേറ്റ്. സെയിം പ്രോഡക്റ്റ് അവിടെ ഉണ്ട്. ഇതിന് ഒരു പുതിയ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അവർ പറഞ്ഞു ഇതിന് ഓഫർ പ്രൈസ് 5000 ചിലാനാണ് ഇതിൻ്റെ MRP. ഓഫർ പ്രൈസ് നിങ്ങൾക്ക് ഞങ്ങൾ 4300 രൂപക്ക് തരുന്നു പറഞ്ഞു ഈ സെയിം പ്രോഡക്റ്റ്. അപ്പം ഞാൻ അവരോട് വളരെ വിനയത്തോട് പറഞ്ഞു ഈ സാധനം ഞാൻ 3200 എനിക്കൊരു ഷോപ്പിൽ തരാമെന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ മേലെ ലാഭമല്ല കൊള്ള ലാഭം എടുക്കുന്നത് 1200 രൂപയല്ലെന്ന് ചോദിച്ചു. അപ്പം അവരാകെ ഒന്ന് പരിങ്ങി. സാറേ വെച്ചാൽ വേറെ മോഡലേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് വേറൊരു മോഡലില്ല, ഈ മോഡലാണ് ഇപ്പം നിലവിലിറങ്ങിയ പുതിയ മോഡൽ എന്ന് പറഞ്ഞു. അവരവരുടെ മാനേജറെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ 3200 എനിക്ക് തരാമെന്ന് വേണ്ടി ഞാൻ വിത്ത് ആ ഷോപ്പിൻ്റെ പേരടക്കം അവരോട് പറഞ്ഞപ്പോൾ ഒന്ന് പരുങ്ങല്ലോ സ്വാഭാവികം. ഞങ്ങളെ മാനേജർ ഒന്ന് കണക്ട് ചെയ്താണ്. മുപ്പര മാനേജറെ പോയി കണക്ട് ചെയ്തു. അവിടെ ഒരുപാട് ആളുകളുണ്ട്. ഷോപ്പിൽ ഭയങ്കര തിരക്കാണ്. ഓണത്തിൻ്റെ ഈ ഒരു സീസൺ ഓഫർ ടൈം ആയതുകൊണ്ട് അവിടെ മാനേജർ ഭയങ്കര ബിസിൻ്റെ ഇടയിൽ കൂടെ മൂപ്പർക്ക് ഒരു പേപ്പറിൽ, ഒരു വെള്ള പേപ്പറിൽ ഒരു എമൗണ്ട് എഴുതി കൊടുത്തു. മൂപ്പരും കൂടെ വാങ്ങി എന്നെ കാണിച്ചു തന്നു. തരാം 3200 തരാം സാറേ. ഞാനത് ഓക്കെ 4 പാക്ക് ചെയ്തു. കാരണം എനിക്ക് ഇനി തിരിഞ്ഞളിക്കാൻ സമയമില്ല, എനിക്കിപ്പോൾ ആവശ്യമുണ്ട്. ഓക്കെ 4 പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ബില്ലോട് സാധനം വാങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഞാൻ കൃത്യമായി പല ഷോപ്പുകൾ എനിക്ക് ആ ഒരു വേണ്ട സാധനത്തിന് അതായത് എനിക്ക് ആ സാധനം ആവശ്യമുണ്ട്. ആ സാധനം ആവശ്യമുള്ളത് എന്തായാലും ഓഫർ പ്രൈസ് കണ്ട് പോയ ആളല്ലേ, എനിക്കത് ആവശ്യമുള്ള സാധനം. അതുകൊണ്ട് ഞാൻ കൃത്യമായി അതിനെപ്പറ്റി പല ഷോപ്പിൽ പോയി പഠിച്ചിട്ടാണ് ഞാൻ ആ സാധനം വാങ്ങാൻ വേണ്ടി പോയത്. ഇവിടെ ഞാൻ മറിച്ച് വേറെ ഏതെങ്കിലും ഒരാൾ പോവാണ്, 5000 സാധനം 4300 ഇപ്പം തന്നെ പാക്ക് ചെയ്തോളൂ, അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പലപ്പോഴും ഈ ഓണം ഓഫർ എന്ന് പറഞ്ഞ് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആളുകൾ അവരുടെ സീസൺ ടൈം ആകുമ്പോൾ ബിസിനസ്സുകാർ പല രീതിയിൽ പല ആഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആസ് എ കൺസ്യൂമർ എന്ന രീതിയിൽ നമ്മളാണ് കൃത്യമായി ഇതിനെപ്പറ്റി ഒരു ധാരണ വേണ്ടത്. നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മണ്ടന്മാരാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതൊരു അവയർനെസ്സിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ സാധനം വാങ്ങാനൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബേസിക്കലി നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഷോപ്പിൽ മാത്രം സാധനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോകരുത്. ഒന്നിലധികം ഷോപ്പുകളിൽ പോയിട്ട് അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്ത്, വാല്യൂ എന്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധനം നിങ്ങൾ കാണിക്കണം. അല്ലാതെ പല ആളുകൾ ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ ജസ്റ്റ് ഫോർ ആൻ അവയർനെസ്.